കാസർഗോഡ് ജില്ലയിലും പാതിവില തട്ടിപ്പ്. കുമ്പടാജെ പഞ്ചായത്തിലെ മൈത്രി വായനശാല വഴിയാണ് തട്ടിപ്പ് നടന്നത്. വായനശാല വഴി അനന്തകൃഷ്ണന്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകിയത് 33 ലക്ഷം രൂപയാണ്. പണമടച്ചവർക്ക് നൽകാനുള്ളത് 36 സ്കൂട്ടറുകളും നിരവധി ലാപ്ടോപ്പുകളുമെന്ന് വായനശാല സെക്രട്ടറി ഷെരീഫ് 24നോട്. അനന്തകുമാർ ഈ NGO കോൺഫെഡറേഷന്റെ ആജീവനാന്ത ചെയർമാനാണ്. അയാളെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ NGO കോൺഫെഡറേഷനിൽ ചേരുന്നത്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഈ പുള്ളിക്കാരൻ അനന്തകൃഷ്ണൻ. 36 ബൈക്ക് 36 ലാപ്ടോപ്പ് മാത്രം. ബാക്കി മുമ്പ് 40 ബൈക്ക് കിട്ടിയിട്ടുണ്ട്, 75ഓളം ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ SP-ക്കും പിന്നെ ഇത് DSP-ക്കും പോലീസ് സ്റ്റേഷനിലും മുഖ്യമന്ത്രിക്കും IG-ക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. പണം തിരികെ ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് വായനശാല പ്രസിഡന്റ് പ്രസാദ് ഭണ്ഡാരി 24നോട് പറഞ്ഞു. ഈ സ്കൂട്ടി നമുക്ക് 40ഓളം വന്നിട്ടുണ്ടായിരുന്നു. ഈ ലാപ്ടോപ്പ് 10-70 ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ 36 സ്കൂട്ടി കിട്ടാനുണ്ട്. അതിന്റെ പൈസ അടച്ചിട്ട് അവരുടെ അക്കൗണ്ടിന് അടച്ചിട്ട് പിന്നെ 36 സ്കൂട്ടി വരാതെ നമുക്ക് 2024 ഫസ്റ്റിന് അടിച്ചത്. ഈ പോലീസ് മേധാവികൾക്കെല്ലാം അതിന്റെ മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു. നമ്മുടെ ഭാഗം നല്ല പാവപ്പെട്ട ആൾക്ക് പൈസയും കിട്ടണ്ടേ. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, കാസർഗോഡ് ജില്ലയിൽ ഈ പാതിവില തട്ടിപ്പിലെ ആദ്യ പരാതിയാണോ ഇത്? ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടോ? ഗോകുൽ, ആദ്യ പരാതിയാണ്. മൈത്രി വായനശാല വഴി 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പണമടച്ചവരാണ് ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത്. 33 ലക്ഷം രൂപയോളം മൈത്രി വായനശാലയുടെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ അനന്തു കൃഷ്ണൻ്റെ പ്രൊഫഷണൽ ഇന്നൊവേഷൻ സർവീസസ്, ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്നീ 2 സംഘടനകളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. 2 ഗഡുക്കളായിട്ടാണ് ഈ പണം നൽകിയിരിക്കുന്നത്. 36 സ്കൂട്ടറുകളും നിരവധി ലാപ്ടോപ്പുകളും ഇപ്പോൾ ആളുകൾക്ക് ലഭിക്കാനുണ്ടെന്നും പറയുന്നുണ്ട്. മൈത്രി വായനശാലയുടെ ഭാരവാഹികളെ ഈ അനന്തു കൃഷ്ണനുമായി പരിചയപ്പെടുത്തുന്നത് സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറാണ്. ആനന്ദകുമാർ നൽകിയ വാഗ്ദാന പ്രകാരമാണ് ഇവർ പണം നൽകിയതെന്നും ഈ വായനശാല ഭാരവാഹികൾ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആകെ പെട്ട അവസ്ഥയാണ്. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഒരു പ്രാഥമിക അന്വേഷണമൊക്കെ ഈ കേസിൽ തുടങ്ങിയിട്ടുണ്ട്. എത്ര പേരാണ് ഇനി പണം നൽകിയത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരാനുണ്ട്. നിലവിൽ 36 സ്കൂട്ടറുകൾ നൽകാനുണ്ട്, 33 ലക്ഷം രൂപയോളം പോയിട്ടുണ്ട്, നിരവധി ലാപ്ടോപ്പുകൾ നൽകാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇനിയും കൂടുതൽ പരാതികൾ ഉണ്ടാവും എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്ന്, കാസർഗോഡ് ജില്ലയുടെ ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ പണം പിരിച്ചെടുത്തിരിക്കുന്നതും പോലീസിന് കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസ് കേസിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കടന്ന് കേരളത്തിന് അങ്ങേയറ്റത്ത് കാസർഗോഡും ഇപ്പോൾ അനന്തകൃഷ്ണനെതിരെ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു.